പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുടെ പ്രവാഹമാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയ അക്രമം തുടങ്ങി ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും അവസാനം വന്നത് അടൂരിൽ ഒരു DYFI നേതാവിനെ പോലീസ് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തച്ചു കൊന്നെന്നാണ്. പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായ മർദ്ദനം അയാൾക്കുണ്ടായി. ഇന്നാണ് അയാളുടെ കുടുംബം പരാതി പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ പോലും ചവിട്ടിയെന്നാണ്, ക്രൂരമായി ചവിട്ടിയെന്നാണ് അയാളുടെ കൂടെ വന്നത്. DYFI നേതാവിന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലീസാണ് കേരളത്തിലെ. അല്ലെങ്കിൽ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്, നിങ്ങൾ ആ സ്ഥാനത്ത് ദയവ് ചെയ്ത് തുടരരുതെന്നാണ്. നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കേരളത്തിൽ മുഴുവൻ നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ഇത് സ്റ്റാലിൻ്റെ കാലത്തെ ഗുലാഗുകളാക്കി ഈ പോലീസ് സ്റ്റേഷനുകളെ മാറ്റി. സ്റ്റാലിൻ്റെ കാലത്ത് ഗുലാഗുകളുണ്ടായി. രാഷ്ട്രീയ എതിരാളികളെയും സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഗുലാഗുകൾ ഉണ്ടായിരുന്നു. ആ ഗുലാഗുകൾക്ക്, സ്റ്റാലിൻ്റെ കാലത്തെ ഗുലാഗുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ഈ അഭിനവ കേരള സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു DYFI പ്രവർത്തകന് വരെ ഇതാണ്. നേതാക്കന്മാർ അയാൾ എന്തോ രഹസ്യം പാർട്ടിക്കാരെക്കുറിച്ച് അവർ നടത്തിയ തട്ടിപ്പിനെക്കുറിച്ചുള്ള രഹസ്യം പുറത്തു വരും എന്ന് മനസ്സിലായപ്പോൾ അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി SHO ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായി എന്ന് കുടുംബം അവർ പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലും പാർട്ടിക്കാർ കൊടുത്തില്ല. പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതിനൊന്നും ഒരു നടപടിയെടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് വേറെ ആളാണ് മറുപടി പറയണത്. മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾ സ്റ്റാലിൻ ചമയേണ്ട കേരളത്തിൽ. ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയേണ്ട എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെൻറ് ഞങ്ങൾ ഇതിനു മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ യാതൊരു പിടിയില്ല. എത്ര പേര് മരിച്ചെന്ന് സർക്കാരിന് അറിയില്ല. എന്താണ് രോഗകാരണങ്ങളെന്ന് അറിയില്ല. ഈ രോഗം എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് അറിയില്ല. ഇത് ജലജന്യ രോഗമാണോ? ഇത് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടമാണോ? എന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 6 പേര് ഈ മാസം മരിച്ചു. ഇപ്പോൾ 16 പേര് മരിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട്. എന്താണ് രോഗകാരണം? എന്താണ് രോഗലക്ഷണം? രോഗം വരാനുള്ള സാധ്യത എന്താണ്? എന്തിനാണ് ആരോഗ്യവകുപ്പ്? വെറുതെ അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ഒന്നും പറയാനില്ല. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണ്ടേ? ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ്? അരക്ഷിതബോധം എന്താണ്? ആളുകളുടെ മനസ്സിൽ പേടിയല്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ വരുവാണ്, പേടിയാണ് ആളുകൾക്ക്. അപ്പോൾ അവരോട് ഇതാണ് അസുഖം, ഈ അസുഖം സൂക്ഷിക്കണം, ഇന്ന് മുൻകരുതലുകൾ എടുക്കണം, ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണ്ടേ? ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇല്ലാത്ത ഒരു ആരോഗ്യവകുപ്പ് എന്തിനാണ് കേരളത്തിൽ?